പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 2024-25 അക്കാദമിക് വർഷത്തെ ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ MG യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതാണ് MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഹോം, അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ്റെ തുടക്കം, നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പറയാണ്. നെയിം ഓഫ് അപ്ലിക്കൻറ്റ്, അതുപോലെ തന്നെ ആധാർ നമ്പർ, റീഎൻ്റർ ആധാർ നമ്പർ, ചൂസ് യുവർ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റുഡൻറ്റ് ലോഗിൻ നടപടികൾ ചെയ്ത് അതിൻ്റെ മറ്റു സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ, അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ സബ്മിഷൻ. ഇത് എങ്ങനെ ഇതിൻ്റെ സ്റ്റെപ്പ് വീഡിയോ ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, അത് നമുക്ക് നോക്കാവുന്നതാണ്. ഇതാണ് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് റിസോഴ്സ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ റിസോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസ്പെക്ടസ്, ഓരോ പ്രോഗ്രാമിൻ്റെയും എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ഓർഡർ, അതേപോലെ പ്രസ് റിലീസ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, കോളേജ് ആൻഡ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഓരോ കോളേജ് ഏതൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാം എടുത്തു. ഞാൻ എടുത്തത് MA എക്കണോമിക്സ് എന്നെടുത്തു. അതുള്ള കോളേജുകളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുക. അങ്ങനെ ഓരോ അതിൽ നിന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കോളേജ് വൈസ് നോക്കാം, ഒരു കോളേജിൽ ഏതൊക്കെ കോഴ്സ്, പിന്നെ വുമൻസ് കോളേജുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഫൈൻഡ് യുവർ കോളേജ്, ഫീസ് സ്ട്രക്ചർ, ഓരോ കോഴ്സിന് ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, കോളേജ് ലെവൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, വീഡിയോസ് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 30 ഓപ്ഷനുകൾ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട, നമ്മളെ കോട്ട തെളിയിക്കുന്ന, നമ്മളെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. EWS വിദ്യാർത്ഥികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ പ്രത്യേക ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NSS NCC പോലുള്ള പല ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതിലാവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.